I fight the BJP and the RSS. ഞാൻ ബിജെപിയെ RSSനെതിരെയും ബിജെപിക്കെതിരെയും RSSനെതിരെയും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. No matter what they do, I fight them every day. അവരെന്നെ എന്ത് ചെയ്താലും അവരെന്തൊക്കെ ചെയ്താലും ബിജെപിയും RSSനെയും ഞാൻ ഓരോ ദിവസവും അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. I have an ideological difference with them. I get up in the morning and I think to myself, okay, how am I going to disturb them today? എനിക്ക് അവരോട് ആശയപരമായ വ്യത്യാസമുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ആലോചിക്കുകയാണ്, ഇന്ന് ഞാൻ അവരെ എങ്ങനെയാണ് അസ്വസ്ഥപ്പെടുത്താൻ പോകുന്നതെന്ന് എല്ലാ ദിവസവും ഞാൻ ആലോചിക്കും. And when I walk in Parliament House, all the BJP MPs look at me and say, this man disturbs us 24 hours. അതുമാത്രമല്ല, ഞാൻ പാർലമെന്റിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയുള്ള BJP MPമാരെല്ലാം എന്നെ നോക്കിയിട്ട് പറയും, ഈ മനുഷ്യൻ 24 മണിക്കൂറും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരെന്നെ നോക്കി പറയും. But there is a cost to this. പക്ഷേ ഇതിനൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇതിന് എനിക്കൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. Their media channels abuse me 24 hours. BJP RSSന്റെ മാധ്യമങ്ങളും ചാനലുകളും എന്നെ 24 മണിക്കൂറും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. My image is distorted across the country. ഈ രാജ്യം മുഴുവൻ എൻ്റെ പ്രതിച്ഛായ, ഞാൻ എന്താണെന്നുള്ളത് അവർ രാജ്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. My Lok Sabha membership was taken away. എൻ്റെ ലോക്സഭ അംഗത്വം അവരെടുത്തുകൊണ്ടുപോയി. I gave a speech about Mr. Adani and within a few days I was thrown out of the Lok Sabha. ഞാൻ അദാനിക്കെതിരെ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരെന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി. 55 hours, 12 hours a day being interrogated by ED. എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 55 മണിക്കൂറുകൾ, ഓരോ ദിവസവും 12 മണിക്കൂർ വീതമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ ചോദ്യം ചെയ്തത്. I gave them the keys of my government house. അവർക്ക് ഞാൻ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയുടെ താക്കോൽ ഞാൻ അവർക്ക് കൊടുത്തു. They threw me out of the house. അവര് എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി. And I was feeling very happy. ആ സമയത്ത് പക്ഷേ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. I don't want that dirty house. എനിക്ക് അങ്ങനത്തെ കൊള്ളരുതാത്ത ഒരു വീട് എനിക്ക് വേണ്ട. And I told them also that look, I have millions of houses in India. My house is in the hearts of the people of Kerala, people of Uttar Pradesh, the people of Assam. ഞാൻ അവരോട് അത് മാത്രമല്ല അതുകൂടി പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വീടുകളുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ, തമിഴ്നാട്ടിലുള്ള, കേരളത്തിലുള്ള, ഉത്തർപ്രദേശിലുള്ള, ആസാമിലുള്ള ജനലക്ഷങ്ങളുടെ മനസ്സിൽ എനിക്കൊരു വീടുണ്ട്, എനിക്ക് വീടുകളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. I walked 4,000 kilometers Kanyakumari through Kerala to Kashmir. കന്യാകുമാരിയിലും കേരളത്തിലും കൂടെ കാശ്മീരിലേക്ക് ഞാൻ 4000 കിലോമീറ്റർ നടന്നു. One of my knees is still hurting me. ഇപ്പോഴും എൻ്റെ ഒരു മുട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. Now, why is none of this happening to the Chief Minister of Kerala? എൻ്റെ ഒരു സംശയം, ഇത്രയും കാര്യങ്ങൾ BJP എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത്? Why is his membership not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അംഗത്വം, നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത്? Why is his house not being taken away? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ആരും കൊണ്ടുപോകാത്തത്? Why is he not being interrogated by the ED, CBI and all these? എന്തുകൊണ്ടാണ് ED, CBI ഒന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? 2 chief ministers are in jail. ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. How come none of this is happening to the Chief Minister of Kerala? പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കാത്തത്? And the second question, I am 24/7 attacking the BJP. രണ്ടാമത്തെ ചോദ്യം, 24 മണിക്കൂർ 24/7, അതായത് രാവും പകലും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Chief Minister of Kerala is 24/7 attacking me. അതപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 24/7 രാവും പകലും എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. So this is a bit puzzling. It's a bit surprising. ഇതൊരു ഭയങ്കര, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പദപ്രശ്നം പോലെയാണ്, ഒരു പസിലാണ്. He says he is fighting ideological battle against the BJP. അദ്ദേഹം പറയാണ് ഞാൻ BJPക്കെതിരെ ഒരു ആശയപരമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But I know the BJP, because when you fight ideological battle against the BJP, they attack you with everything they have. എനിക്കറിയാം, BJPക്കെതിരെ ആശയപരമായ ഒരു പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ അവർ സാധ്യമായത് എന്തും എല്ലാ രീതിയിലും നിങ്ങളെ ആക്രമിക്കും. But there is no attack on the Chief Minister of Kerala. അതിങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. It is not that there are no issues.
There are corruption issues. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഇവിടെ അഴിമതിയുടെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. So this is something the people of Kerala should think about. ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. If someone is attacking the BJP will attack him 24/7, will disturb him 24/7, will have ED, CBI, everything behind him 24/7. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരെങ്കിലും BJPയെ യഥാർത്ഥമായി സത്യസന്ധമായി ആക്രമിച്ചാൽ BJP അവരുടെ പുറകെ ആയിരിക്കും 24 മണിക്കൂറും. EDയും CBIയും മറ്റെല്ലാം ഉപയോഗിച്ച് സാധ്യമായ എല്ലാ വിധത്തിലും BJP അവരെ തിരിച്ചാക്രമിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.